അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ഈ ഒരു ചൊല്ല് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അതായത്, പണ്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി 14 വർഷക്കാലം വനവാസം നടത്തിയ കാര്യം അറിയാമല്ലോ. അക്കാലത്താണ് ലങ്കാധിപനായ രാവണൻ സീതാദേവിയെ കാണുകയും സീതാദേവിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി വരികയും സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകണമെന്ന് ചിന്താഗതിയിൽ വരികയും അങ്ങനെ സീതാദേവിയെ അപഹരിക്കുന്നതിനായി അവിടെ ഒരു ഭിക്ഷാന്തേഹിയുടെ രൂപത്തിൽ രാമലക്ഷ്മണന്മാർ പുറത്തു പോയിരുന്ന സമയത്ത് സീതയുടെ മുന്നിൽ ഭിക്ഷ ചോദിച്ചു വരികയും ചെയ്തു. ശ്രീരാമന് കാട്ടിൽ വച്ച് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് തോന്നിയപ്പോൾ, അതായത് ശ്രീരാമൻ ഒരു മാനിനെ സീതാദേവി കണ്ടപ്പോൾ ഭംഗിയുള്ള മാൻ അതിനെ പിടിച്ചുകൊണ്ട് വരാമോ എന്ന് ശ്രീരാമൻ്റെ അടുത്ത് ചോദിക്കുകയും ശ്രീരാമൻ ഉടനെ അമ്പും വില്ലും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ശ്രീരാമൻ കാട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ മാനായി വന്നത് മാരീചൻ എന്ന ഒരു അസുരനായിരുന്നു. ആ അസുരൻ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മണ ലക്ഷ്മണ എന്ന് ശ്രീരാമൻ്റെ സൗണ്ടിൽ വിളിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ശ്രീരാമനെന്തോ ആപത്ത് പറ്റി എന്ന് സീതാദേവിക്ക് തോന്നുകയും ലക്ഷ്മണനെ സീതാദേവി നിർബന്ധിച്ച് ശ്രീരാമനെ രക്ഷിക്കണം എന്നും പറഞ്ഞ് കാട്ടിലേക്ക് വിടുകയും ചെയ്തു. അപ്പോഴാണ് രാവണൻ ഒരു ഭിക്ഷാന്തേഹിയുടെ രൂപത്തിൽ സീതയുടെ മുന്നിൽ വരുന്നത്. പുറത്തു പോകുന്നതിന് മുമ്പ് ലക്ഷ്മണൻ ആ ആശ്രമത്തിൻ്റെ പരിസരത്ത് ലക്ഷ്മണരേഖ എന്ന ഒരു മാന്ത്രിക വര വരയ്ക്കുകയും ചെയ്തു. പുറത്തുനിന്ന് ആര് വന്നാലും അവരുടെ അടുത്തേക്ക് ഈ മാന്ത്രിക വര കടന്ന് ചെല്ലരുത് എന്ന് സീതാദേവിയോട് പറയുകയും ചെയ്തു. ആ ഭിക്ഷക്കാരനെ ഭിക്ഷ കൊടുക്കുന്നതിനിടയിൽ ആ മാന്ത്രിക വരയെ പറ്റിയുള്ള കാര്യം ഓർക്കാതെ സീതാദേവി അത് മറികടക്കുകയും തുടൻ തന്നെ രാവണൻ്റെ വേഷത്തിലേക്ക് മാറിയ ആ ഭിക്ഷാന്തേഹി തൻ്റെ വിമാനമായ പുഷ്പവിമാനത്തിൽ സീതയെ കെട്ടിക്കൊണ്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. അന്നത്തെ കാലത്തും വിമാനമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ പുഷ്പവിമാനം. സീതയെ രാവണൻ്റെ തട്ടിക്കൊണ്ടുപോയത് എന്നത് കാണാനിടയായ രാമഭക്തനായ ജടായു എന്ന ഒരു പക്ഷി ഈ വിമാനം തടയാൻ ശ്രമിച്ചെങ്കിലും രാവണൻ ജടായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞ് അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. തൻ്റെ വാളുപയോഗിച്ച് ചിറക് വെട്ടിക്കളയുകയും ചെയ്തു. അങ്ങനെ ആ പക്ഷി അവിടെ വീണുപോവുകയും ചെയ്തു. സീതാന്വേഷണവുമായി അലിഞ്ഞു നടന്ന രാമലക്ഷ്മണന്മാർ ജടായു മുറിവേറ്റ് കിടക്കുന്നത് കാണുകയും ചെയ്തു. രാവണൻ ആണ് സീതയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ജടായു ഭഗവാൻ ശ്രീരാമനോട് പറയുകയും ചെയ്തു. ജടായുവിനെ ശ്രീരാമൻ ഉടൻ തന്നെ മോക്ഷം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ രാവണൻ്റെ കൊട്ടാരമായ ലങ്കയിലേക്ക് പോകണമെങ്കിൽ കടൽ കടന്ന് പോകേണ്ടതുണ്ടല്ലോ. അതിനുവേണ്ടി ഒരു പാലം നിർമ്മിച്ചാലേ പറ്റുകയുള്ളൂ. അങ്ങനെ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സഹായത്തിനായി രാവും പകലും അവിടുത്തെ വാനരന്മാർ പാലം പണിയുമായി വരികയും ചെയ്തു. അങ്ങനെ പാലം പണി നടക്കുന്ന സമയം വാനരന്മാർ വലിയ കല്ലുകളും ചുമന്ന് അവിടെ വരികയും ചെയ്യുന്ന സമയത്ത് ഈ പണിയിൽ തൻ്റെ ചെറിയ ശ്രമം കൂടി ആകട്ടെ എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ശ്രീരാമഭക്തനായ ഒരു അണ്ണാൻ കുഞ്ഞ് തൻ്റെ വായിൽ ചെറിയ കല്ലുകളുമായി പാലം പണിയിൽ സഹായം ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ കല്ല് ചുമന്ന് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു വാനരൻ ഈ അണ്ണാൻ്റെ മുന്നിൽ കാൽ വഴുതി വന്ന് വീഴുകയും ചെയ്തു. അണ്ണാൻ വായിൽ ചെറിയ കല്ലും ആയി വരുന്നത് കണ്ടപ്പോൾ ആ വാനരൻ ദേഷ്യത്തോടെ അണ്ണാനോട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അണ്ണാൻ
പ്രകാരം പറഞ്ഞു, ഞാനും പ്രഭു ശ്രീരാമന് വേണ്ടി പാലം പണിയാൻ സഹായിക്കുന്നു. ഇക്കാര്യം കേട്ടപ്പോൾ ആ വാനരൻ തൻ്റെ കൂട്ടുകാരായ മറ്റു വാനരന്മാരും കൂടി ആ അണ്ണാനെ കളിയാക്കുകയും ചെയ്തു. അതിൽ പെട്ട ഒരു വാനരൻ ആ അണ്ണാൻ കുഞ്ഞിനെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇത് കാണാനിടയായ ശ്രീരാമൻ ആ അണ്ണാനെ തറയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ തൻ്റെ കയ്യിൽ പിടിക്കുകയും സുരക്ഷിതമായി താഴെ വയ്ക്കുകയും ചെയ്തു. കൂടാതെ വാനരന്മാരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങൾ വലിയ പാറകൾ കൊണ്ടുവരുന്നു, എന്നാൽ അവയ്ക്കിടയിൽ ഉണ്ടായ വിടവുകൾ നികത്തുന്നത് ഇതുപോലുള്ള ചെറിയ ജീവികൾ കൊണ്ടുവരുന്ന കല്ലുകളാണ്. അതുകൊണ്ട് ആണ് പാലത്തിന് ഇത്രയും ബലവും കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരോട് മോശമായി പെരുമാറരുത്. ഇത് കേട്ട് വാനരന്മാർ ലജ്ജയോടെ തലകുനിച്ചു. എന്നിട്ട് ശ്രീരാമൻ അണ്ണാനോട് സ്നേഹത്തോടെ പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, എൻ്റെ സേനാംഗങ്ങളാൽ നിനക്കുണ്ടായ വേദനകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിന്റെ സേവനം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. നീ ഈ ചെയ്ത സേവനം നിന്റെ വരും തലമുറയിൽപ്പെട്ടവർക്കും ഓർക്കും എന്ന് പറഞ്ഞ് കൊണ്ട് ഭഗവാൻ അണ്ണാൻ്റെ തലയിൽ തൻ്റെ കയ്യിലെ 3 വിരലുകൾ കൊണ്ട് തലോടുകയും ചെയ്തു. അങ്ങനെയാണ് അണ്ണാൻ്റെ തലയിൽ 3 വരകൾ വന്നത്. ഞാൻ ഈ ചാനലിലുള്ള ക്ഷേത്രങ്ങളുടെ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കാണണമെന്നും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് എന്നിവ ഉണ്ടെങ്കിൽ അതും ചെയ്യണമെന്നും, ഇനിയും ക്ഷേത്രങ്ങളുടെ വീഡിയോ ഇടും. അതിനിടയ്ക്ക് ഇതുപോലുള്ള വീഡിയോകളും മഹാന്മാരുടെ വീഡിയോകളും ഇടും. ഇനി അടുത്ത ദിവസം കാണാം.